സമയം പുലർച്ചെ 3:27. ഡ്രാഗൺ പേടകം മെക്സിക്കൻ ഉൾക്കടലിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്യുന്നു. പിന്നാലെ കൈവീശി വിജയീഭാവത്തിൽ നിറപുഞ്ചിരിയോടെ സുനിത വില്യംസ് പുറത്തേക്ക്. അങ്ങനെ 9 മാസം നീണ്ട ലോകത്തിന്റെ കാത്തിരിപ്പിന് വിരാമം. സുനിത വില്യംസ് ഭൂമിയിൽ 8 ദിവസത്തെ ദൗത്യത്തിനായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോയതായിരുന്നു സുനിത വില്യംസും സഹയാത്രികൻ ബുച്ച് വിൽമോറും. എന്നാൽ സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് 8ാം ദിവസം തീരുമാനിച്ചതുപോലെ മടക്കയാത്ര ഉണ്ടായില്ല. ദിവസങ്ങൾ ആഴ്ചകളും മാസങ്ങളുമായി. ഇതിനിടെ സുനിത വില്യംസിനെയും സഹയാത്രികനെയും തിരികെ എത്തിക്കാൻ പല ശ്രമങ്ങൾ നടന്നു. എന്നാൽ ഇതൊന്നും ഫലം കാണാതിരുന്നതോടെ ശാസ്ത്രലോകത്ത് ആശങ്ക പടർന്നു. ഇതിനിടെ സുനിത വില്യംസിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വാർത്തകൾ ആശങ്ക ഇരട്ടിയാക്കി. എന്നാൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള സുന്ദരമായ നിമിഷങ്ങൾ പങ്കുവച്ച് സുനിത കോടാനുകോടികൾക്ക് ആശ്വാസം പകർന്നു. 9 മാസങ്ങൾക്ക് ശേഷം സുനിത വില്യംസിനെ ഭൂമിയിൽ തിരിച്ചെത്തിക്കാനുള്ള നിയോഗം നാസയുടെ സ്പേസ് എക്സ് ഡ്രാഗൺ പേടകത്തിനായിരുന്നു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ലക്ഷ്യമിട്ട് ഇക്കഴിഞ്ഞ 15-ന് സ്പേസ് എക്സ് ക്രൂ9 യാത്ര ആരംഭിച്ചു. മൈലുകൾ താണ്ടി സുനിതയുടെ അടുത്തേക്ക്. ഒരു ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തോട് യാത്ര പറഞ്ഞ് സുനിതയും വിൽമോറും ഭൂമിയിലേക്ക്. ആശ്വാസത്തിന്റെയും അഭിമാനത്തിന്റെയും നെഞ്ചിടിപ്പിന്റെയും മണിക്കൂറുകൾ. സുനിത വില്യംസ് തിരിച്ചെത്തുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്തിന് നൽകിയ വാക്കുകൂടിയാണ് നിറവേറ്റപ്പെടുന്നത്. ബഹിരാകാശത്ത് കുടുങ്ങിയവരെ തിരികെ എത്തിക്കുമെന്ന് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ട്രംപ് പറഞ്ഞിരുന്നു. ട്രംപിന്റെ ഇടപെടൽ സുനിതയുടെയും വിൽമോറിന്റെയും തിരിച്ചുവരവിന് നിർണായകമായി. ദൗത്യം പൂർത്തീകരിച്ചു മടങ്ങുന്ന സുനിത വില്യംസ് ഭാരതത്തിന്റെ അഭിമാനം കൂടിയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ഗുജറാത്തിലെ മെഹ്സാന ഗ്രാമത്തിൽ ആഴ്ന്നു കിടക്കുകയാണ് സുനിതയുടെ വേരുകൾ. അതുകൊണ്ട് തന്നെ സുനിത ഭാരതനാരികളുടെ ശക്തി കൂടിയാണ് വെളിവാക്കുന്നത്. ബഹിരാകാശം കീഴടക്കി വിജയശ്രീ ലാളിതയായി തിരികെ എത്തിയ സുനിതയെ പിതാവിന്റെ നാട്ടിലേക്ക് ക്ഷണിക്കാനാണ് മെഹ്സാനയിലെ ജനങ്ങളുടെ തീരുമാനം. മനുഷ്യരെ സംബന്ധിച്ച് അത്ര എളുപ്പമല്ല ബഹിരാകാശവാസം. ദീർഘനാൾ നീളുന്ന ബഹിരാകാശവാസം ഒരുപക്ഷെ മരണത്തിന് വരെ കാരണമായേക്കാം. ദൗത്യങ്ങൾക്കായി ബഹിരാകാശത്തെത്തുന്നവർ നിശ്ചിത സമയത്തിനുള്ളിൽ അത് പൂർത്തിയാക്കി മടങ്ങാറാണ് പതിവ്. ഈ പതിവിന് വിപരീതമായിരുന്നു സുനിതയ്ക്ക് സംഭവിച്ചത്. മരണത്തെ പോലും അതിജീവിച്ചുകൊണ്ടാണ് സുനിതയുടെ മടങ്ങിവരവ്. ശാസ്ത്രം മാത്രമല്ല, വിശ്വാസവും സുനിത വില്യംസിന്റെ മടങ്ങിവരവിന് പിന്നിലുണ്ട്. തികഞ്ഞ ഹൈന്ദവ വിശ്വാസിയായ സുനിതയ്ക്ക് ബഹിരാകാശത്ത് ശക്തി പകർന്നതാകട്ടെ ഗണപതി ഭഗവാനും. ഗണപതിയാണ് തന്റെ ഭാഗ്യദേവനെന്നും താൻ ഗണപതി ഭക്തയാണെന്നും സുനിത നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. ബഹിരാകാശത്തേക്ക് പോകുമ്പോൾ ഗണപതി വിഗ്രഹം കൊണ്ടുപോകണമെന്ന ആഗ്രഹവും അവർ പ്രകടമാക്കിയിരുന്നു. തിരികെ എത്തിയിട്ടും അവസാനിക്കുന്നില്ല സുനിതയുടെ കടമ്പകൾ. ദീർഘനാളത്തെ ബഹിരാകാശവാസം കഴിച്ചെത്തുന്ന സുനിതയെ കാത്തിരിക്കുന്നത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളാണ്. സംഘാംഗങ്ങൾക്കൊപ്പം തിരികെ എത്തിയ സുനിതയെ വീൽ ചെയറിലായിരുന്നു പേടകത്തിൽ നിന്നും മാറ്റിയത്. അണുബാധയും ഉറക്കമില്ലായ്മയും ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വരിക. ശരീരം പാകപ്പെടാൻ മാസങ്ങൾ നീണ്ട കാത്തിരിപ്പ് ആവശ്യം. മൈക്രോഗ്രാവിറ്റിയിൽ കഴിഞ്ഞ സുനിതയ്ക്കും വിൽമോറിനും ഗുരുത്വാകർഷണവുമായി പൊരുത്തപ്പെടാൻ മാസങ്ങൾ വേണ്ടി വന്നേക്കാം. ഉറക്കമില്ലായ്മ, മാനസിക ബുദ്ധിമുട്ടുകൾ, ബേബി ഫീറ്റ്, അണുബാധ തുടങ്ങി നിരവധി ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. എന്നാൽ മരണത്തെ പോലും കീഴടക്കിയ സുനിത ഈ പ്രതിസന്ധികളും അതിവേഗം തരണം ചെയ്യുമെന്നതിൽ സംശയമില്ല. എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ ഗണപതി ഭഗവാൻ സുനിത വില്യംസിന് തുണയേകും. ഒപ്പം ലോകത്തിന്റെ പ്രാർത്ഥനയും. ന്യൂസ് ഡെസ്ക് ബ്രേവ് ഇന്ത്യ.